ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞാനിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നൊരു ടൈമായിരുന്നു. ഇന്ന് മിന്നു സ്കൂളിൽ പോയിരുന്നു. സ്കൂളിൽ നിന്ന് വയ്യാണ്ടായതുകൊണ്ട് ഞാൻ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ഇതാണ് എൻ്റെ വീട്. എൻ്റെ അമ്മയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. മിന്നു ഞാൻ പോണ നേരത്തെ പോരുന്ന സമയം ബസ് വരുന്നതിന് മുൻപ് നിന്ന് കളിക്കുന്നതാണ് കേട്ടോ. എൻ്റെ വീടിനോട് ചേർന്ന് ഞങ്ങൾക്കൊരു പച്ചക്കറി കടയുണ്ട്. ഇത് ഞാൻ പോരണ നേരത്തെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബസ് കയറാൻ നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ അടുത്തൊക്കെ വന്ന് കുറച്ച് നേരം കളിച്ചൊക്കെ കഴിഞ്ഞ് പോയി. ഞാൻ അമലയിലേക്ക് ബസ് കയറി അമലയിലെത്തി. ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു മസാല ദോശയൊക്കെ കഴിച്ച് ഡ്യൂട്ടിക്ക് കയറി. അത് ഹോസ്റ്റലിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഞാനങ്ങനെ ഹോസ്റ്റലിൽ വന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് യൂണിഫോം ഇട്ടിട്ടാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നത്. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ച് ഡ്യൂട്ടിക്ക് ഞാൻ പോയി. അങ്ങനെ ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ക്യാൻറ്റീനിലേക്ക് വിട്ടു. നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. അങ്ങനെ ഞാൻ നേരെ ക്യാൻറ്റീനിലെത്തി. ക്യാൻറ്റീനിൽ നിന്ന് 2 ഇഡ്ഡലിയാണ് കഴിച്ചത്. അങ്ങനെ 2 ഇഡ്ഡലിയൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് വിട്ടു. ഹോസ്റ്റലിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരൊറ്റ ചിന്തയുള്ളൂ. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, വേഗം പോയി കുളിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉണ്ട് നല്ല പൊരിഞ്ഞ മഴ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. വേറെ ഒന്നുമല്ല, നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇത്രയും നാൾ നല്ല ചൂടൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല സന്തോഷമാണ്. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരം നിന്ന് ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ വേഗം പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ ഉച്ച വരെ ഞാൻ കിടന്നുറങ്ങി. ഉച്ചയായപ്പോൾ ഉണ്ട് എൻ്റെ റൂംമേറ്റ് വന്നു. അപ്പോൾ റൂംമേറ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ചാലക്കുടിയിൽ അന്തോണിസ്നാളുടെ പള്ളിയുടെ അവിടെ ഊട്ട് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പോകണമെന്ന്. പക്ഷേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ അവിടെ നിന്നുള്ള ഫുഡ് കൊണ്ടുവന്നായിരുന്നു. നേർച്ച ചോറും പായസവും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് രണ്ടും കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ചക്ക ഉപ്പേരിയും ചക്ക വറുത്തതും ഉണ്ടെന്ന്. അങ്ങനെ ചക്ക ഉപ്പേരിയും ചക്ക വറുത്തതും ഇരുന്ന് തിന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൃതാർത്ഥയായി. നമുക്ക് വിശപ്പൊക്കെ മാറി. എന്നാൽ രണ്ടാമതും കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പായസം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ പായസം 2 ടീസ്പൂൺ കഴിച്ചു. അങ്ങനെ 2 സ്പൂൺ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും കിടന്നുറങ്ങി. ഇതാണ് കേട്ടോ മേഘന. ഇതാണ് എൻ്റെ റൂംമേറ്റ്. ഞങ്ങളിതൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങി. അവൾ ഡ്യൂട്ടിക്കും പോയി.